മുസീബത്തുകളിൽ ഏറ്റവും വലിയ മുസീബത്ത് മരണമാണ്. ആ മരണത്തിലൂടെ സംഭവിക്കുന്നത് അള്ളാഹുവിലേക്കുള്ള മടങ്ങിപ്പോക്കാണ്. അതുകൊണ്ട് ആർക്കും ഈ ഭൂമിയിൽ സ്ഥിരവാസമില്ല എന്നിരിക്കെ ഒരു മുസീബത്തുണ്ടായാൽ ക്ഷമകേട് കാണിക്കാതെ ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഉലായിക അലൈഹിം, അവരുടെ മേലുണ്ടാകും സ്വലവാത്തും മിർ റബ്ബിഹിം, അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ ആശീർവാദങ്ങളും. സ്വലവാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്വലാത്ത് സനാഉഹു ഫിൽ മലഇൽ അല, ഉന്നതരായ മലക്കുകളുടെ സദസ്സിൽ അള്ളാഹു ആ വ്യക്തിയെ ഓർക്കലാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ എല്ലാ നിലക്കുമുള്ള അനുഗ്രഹങ്ങളാണ്, നിഅമത്തുകളാണ്. വറഹ്മ, അള്ളാഹുവിൻ്റെ കാരുണ്യവും ഉണ്ടാകും. വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാകുന്നു സന്മാർഗികളും. അവർക്ക് അള്ളാഹു ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കും. അപ്പോൾ എന്തൊരു മുസീബത്ത് വന്നാലും നാം ഇത് പറയണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നാൽ പലർക്കുമുള്ള ഈ വിഷയത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ, മരണവാർത്ത കേട്ടാൽ മാത്രം പറയേണ്ടതാണ് ഇത് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ ആയത്തിൻ്റെ തൊട്ടു മുമ്പ്, മരണത്തിന് അറബിയിൽ മുസീബത്ത് എന്ന് പറയും, ശരിയാണ്. പക്ഷേ ഈ ആയത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ആയത്തിൽ മരണം മാത്രമല്ല പറഞ്ഞത്, മറിച്ച് ഖൗഫ്, ജൂഅ്, അതേപോലെ ഒരുപാട് പരീക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പരീക്ഷണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അവർക്കൊരു മുസീബത്ത് ബാധിച്ചാൽ. അപ്പോൾ ഏത് മുസീബത്ത് അതിനെക്കുറിച്ച് കേട്ടാലും അത് ബാധിച്ചാലും നമുക്ക് പറയാവുന്ന വാക്കാണെന്ത്? ഇന്നാ ലില്ലാഹ്, നാം എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്, അള്ളാഹുവിനുള്ളവരാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, നാം എല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോവേണ്ടവരുമാണ്.